തൃശൂർ പുതുക്കാട് വെള്ളികുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. കർമ്മം ചെയ്യണമെന്ന് ആൺ സുഹൃത്ത് ഭവിൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അസ്ഥി കൈമാറിയത് എന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അനീഷ ഒഴിവാക്കിയാൽ അസ്ഥി കാണിച്ച് കുടുംബത്തെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് പ്രതി ഭവിൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്നാണ് യുവതിയുടെ മറ്റൊരു മൊഴി. രണ്ടാമത്തെ കുട്ടിയുടേത് കൊലപാതകമെന്ന് സംശയിക്കുന്നതായി തൃശൂർ റൂറൽ SP പറഞ്ഞു. 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് ദിവസങ്ങൾക്കകം 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ആൺകുട്ടി പെൺകുട്ടി ശ്രദ്ധിച്ചില്ല. 2 ആൺകുട്ടികളാണ്. 2 പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു. ഇവർ 2 പേരുടെയും കുട്ടിയാണ്. അതിന് തർക്കമൊന്നുമില്ല. 2 കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം. FSL വേണം. ഇവരുടേതാണെന്നറിയാൻ DNA ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകളും നടത്തണം. പ്രതിയായ ഭവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് തൃശ്ശൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, അസാധാരണമായ ഒരു കേസാണ്. അസ്വാഭാവികമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഓരോരോ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ 2 കുട്ടികളുടെ 2 നവജാത ശിശുക്കളുടെ മരണം അത് സംഭവിച്ചത് എങ്ങനെ? അതിലൊന്ന് കൊലപാതകമാണ് എന്ന സംശയം പോലീസ് ഉയർത്തുന്നുണ്ട്. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അസ്വാഭാവികത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണ്? ഈ മൊത്തത്തിൽ ഈ സംഭവം എന്താണ് വിഷ്ണു? പ്രജിൻ 2020 അനീഷയും ഭവിനും ഫേസ്ബുക്ക് മുഖാന്തരം സൗഹൃദത്തിലാകുകയും പിന്നീട് അവർ പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടു. 2021 ഈ ബന്ധത്തിൽ അനീഷയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അനീഷയുടെ വീട്ടിൽ വെച്ചാണ് അനീഷ പ്രസവിക്കുന്നത്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു. ചാവിള്ളയായിരുന്നു. അനീഷ ആ കുഞ്ഞിനെ വീടിന് തൊട്ടടുത്ത് കുഴിച്ചിടുന്നു. കുഴിച്ചിട്ട കുഞ്ഞിനെ 8 മാസത്തിന് ശേഷം ആ അസ്ഥി എടുത്ത് ഭവിന് കൈമാറുകയായിരുന്നു. ഭവിന്റെ നിർദ്ദേശപ്രകാരം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കൈമാറി എന്നുള്ളതാണ് അനീഷ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ ബന്ധം പിന്നീട് തുടർന്നു. 2024 വീണ്ടും അനീഷയ്ക്ക് ഈ ഭവനിൽ മറ്റൊരു കുഞ്ഞ് വീട്ടിൽ തന്നെ ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ച ഘട്ടത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് കരഞ്ഞപ്പോൾ അനീഷ വായ മൂടി പിടിക്കുകയും കുഞ്ഞ് മരിച്ചു പോവുകയുമായിരുന്നു. അങ്ങനെയാണ് അതൊരു കൊലപാതകം എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. പിന്നീട് അനീഷ തന്നെ ആ കുഞ്ഞിന്റെ മൃതദേഹം ഭവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഭവിന്റെ വീടിന് തൊട്ട് സൈഡിലുള്ള ഒരു തോട്ടിൽ, അന്ന് ആ തോട്ടിൽ വെള്ളമില്ലായിരുന്നു, ആ തോട്ടിൽ ഒരു കുഴിയെടുത്ത് അവിടെ ആ കുഞ്ഞിനെ മൂടുകയായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ അസ്ഥിയടക്കം ഭവിൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഇതിൽ ഇന്നലെ സംഭവിച്ചത് ഭവിൻ വളരെ കൂടുതലായി മദ്യപിച്ച ശേഷം അനീഷയെ ഫോൺ വിളിക്കുന്നു. അനീഷ നിരന്തരം എൻഗേജ്ഡ് ആയിരിക്കുന്നു. അങ്ങനെ ഭവിന് ചില സംശയങ്ങൾ തോന്നുന്നു. അനീഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് ഭവിൻ സ്ഥിരീകരിച്ച ശേഷം ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു. തനിക്കും അനീഷ എന്ന് പറയുന്ന യുവതിക്കും 2 കുഞ്ഞുങ്ങളുണ്ടായി. ആ 2 കുഞ്ഞുങ്ങളെയും തങ്ങൾ കുഴിച്ചിട്ടു. അവർ 2 പേരും മരിച്ചപ്പോൾ കുഴിച്ചിട്ടു. അതിൻ്റെ അസ്ഥികളാണിതെന്നാണ് ഈ ഭവിൻ പോലീസിൽ നൽകിയ മൊഴി. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ മൊഴി മുഖവരക്കെടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് DYSPയും CIയും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തിയാണ് ഇത് കുഞ്ഞുങ്ങളുടെ അസ്ഥി തന്നെ എന്ന് സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ കൊലപാതക ചുരുളൊക്കെ അഴിക്കാൻ പോലീസിനായത്. ആദ്യത്തെ കുഞ്ഞിൻ്റേത് സ്വാഭാവിക മരണമെന്നും രണ്ടാമത്തേത് കൊലപാതകമെന്നും പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് സമാഹരിക്കാൻ തയ്യാറെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഭവിനെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനീഷയോട് ഉണ്ടായ സംശയമാണ് ഈ കൊലപാതകത്തിനടക്കം പുറത്തു വരാനുണ്ടായ കാരണം. പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രജിത്. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിലും. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും കുടുംബമൊക്കെ ഇനി ഇതിൽ പ്രതികരണം കൂടുതൽ നടത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.